ചൈനയെ തഴഞ്ഞ് അമേരിക്കയുമായി ബന്ധം ശക്തമാക്കി പാകിസ്ഥാൻ. അതിന്റെ ഭാഗമായി ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമസേന മേധാവി സഹീർ അഹമ്മദ് ബാബർ സിദ്ധു വാഷിംഗ്ടണിലെത്തി. ഇത് ചൈനയ്ക്കുള്ള 8ന്റെ തിരിച്ചടിയാണ്. കാരണം അത്രയും കാലം ചൈനയുടെ ചൊൽപ്പടിക്ക് നിന്ന പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതോടെയാണ് പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നത്. യുഎസുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമസേന മേധാവി അമേരിക്കയിലെത്തുന്നത്. ഒരു ദശാബ്ദത്തിനിടെ ഒരു PAF മേധാവി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. അതേസമയം സന്ദർശനവേളയിൽ എയർ മാർഷൽ US വ്യോമസേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡേവിഡ് ആൽവിൻ ഉൾപ്പെടെയുള്ള ഉന്നത US സൈനിക സിവിലിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത, സാങ്കേതിക വിദ്യാധിഷ്ഠിത സൈനിക വിനിമയം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് പെന്റഗൺ നേതൃത്വവുമായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ചൈനീസ് ഉപകരണങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്കകളെ തുടർന്ന് F-16 ബ്ലോക്ക് 70 യുദ്ധവിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വ്യോമസേനയുടെ നവീകരണത്തിനായി പാകിസ്ഥാൻ നിരവധി നൂതന US സൈനിക പ്ലാറ്റ്ഫോമുകൾ ലക്ഷ്യമിടുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന് ചൈന നൽകിയ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് രാജ്യത്തിന്റെ ഉള്ളിലെ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ അവരുടെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു. അതേസമയം പാകിസ്ഥാൻ അമേരിക്ക ബന്ധം ഇന്ത്യയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഭീകരതയുടെ പ്രഭവ കേന്ദ്രവും അമേരിക്കയും തമ്മിലുള്ള ഈ പുത്തൻ സഹകരണത്തിന്റെ ഫലം എന്താകുമെന്ന കാര്യം ഇന്ത്യക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നയതന്ത്രത്തിലൂടെ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുണ്ടാക്കുക, യുദ്ധപരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക, അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുക തുടങ്ങിയവയാകും ഇതിന്റെ എല്ലാം അത്യന്തിക ഫലം. ഇത് കേവലം ഒരു ഊഹാപോഹമല്ല, ഇത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. അമേരിക്കയുമായുള്ള സഹകരണ തീരുമാനം പാകിസ്ഥാനുള്ളിൽ തന്നെ അലോസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുത്തൻ നീക്കങ്ങൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അമേരിക്കൻ സൈനിക താവളത്തിന് പാക് മണ്ണിൽ ഇടമില്ലെന്ന പ്രശസ്തമായ നിലപാടിന് ഘടകവിരുദ്ധമാണ്. മതമൗലികവാദികളും കടുത്ത ദേശീയവാദി സംഘടനകളും അമേരിക്കയുമായുള്ള സഹകരണം രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഇസ്ലാമിക മൂല്യങ്ങളെയും ഒറ്റുകൊടുക്കലാണെന്നും നിലപാടിലാണ്. മുൻകാലങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ ഇന്ത്യക്കെതിരായുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിച്ചിരുന്നത്. 1965 യുദ്ധത്തിൽ അമേരിക്കൻ ടാങ്കുകൾ ഉപയോഗിച്ചു. കാർഗിൽ യുദ്ധവേളയിൽ അമേരിക്ക വിതരണം ചെയ്ത വാഹനങ്ങളും മറ്റുമാണ് സൈനിക വിന്യാസത്തിനായി അവർ ഉപയോഗിച്ചത്. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്കയിൽ നിന്നുള്ള സഹായം കാശ്മീരിൽ അവർക്ക് അനുകൂല സംഘടനകളുടെ വളർച്ചയ്ക്കായി ഉപയോഗിച്ചു. പാകിസ്ഥാൻ വിദേശ സഹായങ്ങൾ അവരുടെ സമൂഹത്തെ സുസ്ഥിരമാക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടാൻ പരോക്ഷ മാർഗങ്ങളിലൂടെ അവ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർ ഇഷ്തിയാഖ് അഹമ്മദ് പാകിസ്ഥാൻ ദുർരാഷ്ട്രമെന്ന തന്റെ പ്രബന്ധത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റം, വിവരയുദ്ധം, മയക്കുമരുന്ന് അധിഷ്ഠിത ഭീകരത, അതിർത്തി കടന്നുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ തുടങ്ങിയവ ഇതിൽ പെടുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരവിരുദ്ധ പങ്കാളിയായ അമേരിക്കയുമായി ചേർന്ന് നയതന്ത്ര പിന്തുണയോടെ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുമോ എന്നാണ് അറിയേണ്ടത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.